ഹായ് ആൾ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതാ തൊലിയെല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചേന വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് ചേന ചൊറിയുന്നത്. വെള്ളമില്ലാതെ തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റാണ് നമ്മളിത് കഴുകുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലൈസസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് കൈ ചൊറിയില്ല. പലരും പറയും ചേന ചൊറിയും എന്നൊക്കെ, പക്ഷെ അത് വെള്ളമായതിന് ശേഷമാണ് ഈ ഒരു ചൊറി വരുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലൈസസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ സ്മോൾ ആയിട്ടുള്ള സ്ക്വയർസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് സ്ക്വയർ ആക്കി എടുത്താൽ മതി. ഞാനിത് ആദ്യം ഇതുപോലെ ഫിംഗർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ സ്മോൾ പീസസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ചേന ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചേനൻ്റെ ആ ഒരു മണ്ണും അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് മല്ലിയാണ് കൂടുതൽ വേണ്ടത്, അത് നമ്മുടെ കൊറിയാണ്ടർ പൗഡർ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിയ ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കറി ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വലിയ ജീരകം കറി ലീവ്സൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചേന ഉപ്പേരിക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതായത് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അധികം സ്പൈസി വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ചേന വറുത്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിമിലേക്ക് വെക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചേനക്ക് അത്യാവശ്യം നല്ല ടൈമുണ്ട് വേവായിട്ട്, കുക്കിംഗ് ടൈം. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല ഫ്രൈ ആണ് വേണ്ടതുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് കിഡിലും ചേന റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പീസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.